ഇന്ന് നമ്മൾ നമ്മുടെ 7ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഷോർട്ട് ഹാൻഡ് മാത്ത്, കണക്കിലെ ചുരുക്കെഴുത്ത്. അപ്പോൾ പേര് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പാഠത്തെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും അല്ലേ? കണക്കിലെ ചുരുക്കെഴുത്ത്, അതായത് നമ്മൾ ചുരുക്കി എഴുതുക. എന്തിനെ? കണക്കിനെ, മാത്സിനെ നമ്മൾ ചുരുക്കി എഴുതുക. നമ്മൾ പല കണക്കുകളും ചെയ്യുമ്പോൾ ചില അളവുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യാറുണ്ട്? ചില അക്ഷരങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഇപ്പൊ ഏരിയക്ക് നാം എ എന്ന അക്ഷരം കൊടുക്കും, പെരിമീറ്റർ ആണെങ്കിൽ നമ്മൾ പി എന്ന അക്ഷരം കൊടുക്കും. അതുപോലെ നമ്മൾ വ്യാപ്തം കാണണമെങ്കിൽ, വോള്യം കാണണമെങ്കിൽ നമ്മൾ വി എന്ന അക്ഷരം കൊടുക്കും അല്ലേ? ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് ഈ അളവുകളെയും സംഖ്യകളെയും കുറിച്ചുള്ള പല കാര്യങ്ങളും പല ബന്ധങ്ങളും നാം എന്ത് ചെയ്യും? ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചുരുക്കി എഴുതും. ഇങ്ങനെ ചുരുക്കി എഴുതുന്നതിനാണ് നാം എന്ത് പറയുക? ആൾജിബ്ര, അതായത് ബീജഗണിതം എന്ന് പറയുക. ആൾജിബ്ര, അതിന്റെ മലയാളത്തിൽ എന്ത് പറയും? ബീജഗണിതം എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഇതൊരു സ്ക്വയർ, സമചതുരം. ഈ സമചതുരത്തിന്റെ, ഈ സ്ക്വയറിന്റെ, നമുക്കറിയാം സമചതുരമാകുമ്പോൾ 4 വശങ്ങളും തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ ഇതിന്റെ ഒരു വശത്തിന്റെ നീളം 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതും 5, ഇതും 5, ഇതും 5 അല്ലേ? അപ്പൊ ഇതിന്റെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ നമ്മൾ എങ്ങനെയാണ് കാണുക? ചുറ്റളവ്, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. എങ്ങനെയാണ് നമ്മൾ ഈ 4 സൈഡും കൂടി കൂട്ടണം അല്ലേ? അതായത് 5 + 5 + 5 + 5. അപ്പോൾ 4 പ്രാവശ്യം 5 കൂട്ടണം അല്ലേ? അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 4 പ്രാവശ്യമുണ്ട്, അപ്പോൾ 4 × 5 അങ്ങനെ എഴുതാം അല്ലേ? അതായത് നമുക്ക് എത്ര കിട്ടി? 5 × 4 20. അപ്പോൾ 20 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ്, പെരിമീറ്റർ. ഇനി 5 സെന്റിമീറ്റർ പകരം ഇതൊരു 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? ചുറ്റളവ് = എന്ത് വരും? 4 × അല്ലേ? 4 വശങ്ങളുണ്ട്, 4 × 10 എന്ന് എഴുതും നമ്മൾ അല്ലേ? 10 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ചുറ്റളവ് 4 × 10, അതായത് 40 സെന്റിമീറ്റർ. അപ്പൊ ഇതിനെ നമുക്ക് ചുരുക്കിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 4 × 4 വശങ്ങളാണ്, അതുകൊണ്ട് 4 × പിന്നെയോ ഒരു വശത്തിന്റെ നീളം എത്രയാണോ അത്ര അല്ലേ? അപ്പൊ 4 × ഒരു വശത്തിന്റെ നീളം, അതായത് പെരിമീറ്റർ = എന്ത് വരും? പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ കേട്ടോ, സ്ക്വയർ ആണ്, = 4 × ഒരു വശത്തിന്റെ നീളം, ലെങ്ത് ഓഫ് സൈഡ്. ഇനി നമുക്ക് ഈ പെരിമീറ്ററിന് പി എന്ന ലെറ്റർ കൊടുത്തു വിചാരിക്കാം. പെരിമീറ്റർ പി = അപ്പം എന്ത് എഴുതാം നമുക്ക്? 4 × ലെങ്ത് ഓഫ് എ സൈഡ്, ഒരു വശത്തിന്റെ നീളം. അത് എത്ര വേണമെങ്കിലും ആവാം അല്ലേ? 4 ആവാം, 5 ആവാം, 10 ആവാം, 20 ആവാം, എത്ര വേണമെങ്കിലും ആവാം. അപ്പൊ അതിന് നമുക്ക്, അപ്പൊ ലെങ്ത് ഓഫ് എ സൈഡ്, അപ്പൊ ആ വശത്തിന്റെ നീളത്തെ നമുക്ക് എസ് എന്ന് കൊടുത്തു വിചാരിക്കാം. അപ്പൊ ലെങ്ത് ഓഫ് എ സൈഡിന് നമ്മൾ എസ് എന്ന് കൊടുത്തു. അതിനാണെങ്കിൽ പി = 4 × എസ്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ = 4 × ലെങ്ത് ഓഫ് എ സൈഡ് എന്നതിന് നാം എങ്ങനെ ചുരുക്കി എഴുതി? പി = 4 × എസ് എന്ന് ചുരുക്കി എഴുതി. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ചുരുക്കാം. എങ്ങനെ ചുരുക്കാം? ഈ ഇൻറ്റു വരുമ്പോൾ എപ്പോഴും നാം എന്ത് ചെയ്താൽ മതി? ഈ ഗുണന ചിഹ്നം, അതായത് മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഇടാതെ തന്നെ നമുക്ക് ചേർത്ത് എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ 4 × എസിനെ നമുക്കിവിടെ ഇൻറ്റു ഇടേണ്ട കാര്യമില്ല, അതിനെ ചേർത്ത് എഴുതാം. പിന്നെ വീണ്ടും ഒന്നുകൂടി ചെറുതാക്കിയിട്ട് പി = എന്തെന്ന് എഴുതാം? പി = 4 × എസിനെ 4s എന്ന് എഴുതാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് = 4 × ഒരു വശത്തിന്റെ നീളം എന്നതിനെ പി = 4s എന്ന് ചുരുക്കി എഴുതി. അപ്പൊ അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്പറും ലെറ്ററും ഒരുമിച്ച് വന്നാൽ ആദ്യം നമ്മൾ എന്ത് എഴുതണം? നമ്പറാണ് ആദ്യം എഴുതേണ്ടത്. മനസ്സിലായോ? അതായത് S4 എന്ന് എഴുതൂല, സാധാരണ 4s എന്ന് എഴുതുള്ളൂ. അപ്പൊ നമ്പർ ആദ്യം എഴുതാം, അതിനുശേഷം വേണം നമ്മൾ ഈ അക്ഷരം, ലെറ്റർ എഴുതാൻ. ഇനി നമുക്ക് വേറെ ഉദാഹരണം ചെയ്ത് നോക്കാം. ഒരു സംഖ്യയോട് അത് തന്നെ കൂട്ടിയാൽ 2 മടങ്ങ്.
അതായത് എ നമ്പർ ആഡഡ് ടു ഇറ്റ് സെൽഫ് അല്ലേ, അത് അതിനോട് തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? അതിൻ്റെ ടുവൈസ് ദി നമ്പറിൻ്റെ 2 മടങ്ങ് കിട്ടും. എങ്ങനെ ഇതേ രൂപത്തിൽ എഴുതാൻ പറ്റും? അപ്പോൾ ഇവിടെ നമുക്ക് ഈ സംഖ്യ നമുക്ക്, അതായത് ഈ നമ്പർ n ആണെന്ന് വിചാരിക്കാം. n നമുക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും കൊടുക്കാം. എക്സ് എന്ന് കൊടുക്കാം, എം എന്ന് കൊടുക്കാം, എൻ എന്ന് കൊടുക്കാം, ഇഷ്ടമുള്ള ലെറ്റർ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ n എന്ന് കൊടുത്തു. ഇനി ഈ സംഖ്യയോട്, അതായത് എന്നിനോട് അതേ സംഖ്യ തന്നെ കൂട്ടിയാൽ, അതായത് എന്നിൻ്റെ കൂടെ അതേ സംഖ്യ തന്നെ, അതായത് n തന്നെ കൂട്ടിയാൽ, വീണ്ടും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സംഖ്യയുടെ 2 മടങ്ങ്, ടുവൈസ് ദി നമ്പർ കിട്ടും അല്ലേ. അപ്പം ഈ സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിൻ്റെ 2 മടങ്ങ് കിട്ടും. അതായത് 2 ഇൻറ്റു n, 2n. അപ്പോൾ നമ്മൾ ഒരു സംഖ്യയുടെ അത് തന്നെ കൂട്ടിയാൽ 2 മടങ്ങ് കിട്ടും എന്നുള്ളതിനെ നാം എങ്ങനെ ചുരുക്കി എഴുതി? n പ്ലസ് n ഈസ് ഈക്വൽ ടു 2n. ഇനി നമുക്ക് എന്നിന് പകരം എക്സ് കൊടുത്തു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം എന്ത് വരും? എക്സ് പ്ലസ് എക്സ് അല്ലേ, 2 പ്രാവശ്യം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 2x, 2x കിട്ടും. അപ്പം എന്നിനിപ്പോൾ 4 ആണെങ്കിൽ 4 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 4, 8. ഇപ്പം എന്നിന് നമ്മൾ എക്സിന് നമ്മൾ 10 കൊടുത്തു വിചാരിക്കും. അപ്പോൾ 10 പ്ലസ് 10 20 അല്ലേ, അതായത് 2 ഇൻറ്റു 10, 2 ഇൻറ്റു 10 20. അപ്പം ഇങ്ങനെയാണ് നാം ചുരുക്കി എഴുതുക. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഇങ്ങോട്ട് നോക്കിയേ, ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് ആ സംഖ്യ കൂട്ടിയാൽ 3 മടങ്ങാകും. അതായത് എ നമ്പർ ആഡ് ടു ട്വൈസ് ദി നമ്പർ ഗീവ്സ് 3 ടൈംസ് ദി നമ്പർ. അപ്പോൾ നമുക്കിവിടെ സംഖ്യ അതായത് നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യയുടെ 2 മടങ്ങ് എന്നുള്ളത് എന്താണ്? 2 കൊണ്ട് ഗുണിക്കുക, അല്ലെ ഈ സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുക. അതായത് ട്വൈസ് എന്ന് പറയുന്നത് എന്താണ്? 2x, എക്സിന് 2 കൊണ്ട് ഗുണിച്ചു. അപ്പം ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് അല്ലേ, 2 മടങ്ങ് ഏതാണ് ഇവിടെ? 2 മടങ്ങ് എന്ന് പറയുന്നത് 2x. അപ്പം 2xൻ്റെ കൂടെ എന്ത് കൂട്ടി? ആ സംഖ്യ തന്നെ കൂട്ടി. സംഖ്യ ഏതാണ്? എക്സ് അല്ലേ. അപ്പം എക്സ് കൂട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സംഖ്യയുടെ 3 മടങ്ങാവും. അതായത് 3 ടൈംസ് ഓഫ് ദി നമ്പർ അല്ലേ. അപ്പോൾ സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ സംഖ്യ എക്സ് ആണ്, അതിൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x. മനസ്സിലാവണില്ല ഇത്? അപ്പോൾ ഒരു സംഖ്യയുടെ, അപ്പോൾ സംഖ്യ നമ്മൾ എക്സ് എന്നെടുത്തു, 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2x ആയി. അപ്പോൾ 2 മടങ്ങിനോട് 2xനോട് ആ സംഖ്യ തന്നെ കൂട്ടിയപ്പോൾ, എക്സ് കൂട്ടിയപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇതിൻ്റെ 3 ടൈംസ് ആയി, അതായത് 3 മടങ്ങായി, 3x. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ വളരെ ചുരുക്കി എഴുതി. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. ഏത് സംഖ്യയെയും 1 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യ തന്നെ കിട്ടും. നമുക്കറിയാം അല്ലേ, ഏത് സംഖ്യയെ നമ്മൾ 1 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ആ സംഖ്യ തന്നെ ആയിരിക്കും. എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 1 ഗിവ്സ് ദി സെയിം നമ്പർ അല്ലേ. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ ഇവിടെ നമ്മൾ സംഖ്യ അല്ലെങ്കിൽ നമ്പറിന് എന്ത് കൊടുക്കാം? എക്സ് ആണെന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ ഏത് സംഖ്യയെയും, അപ്പോൾ സംഖ്യക്ക് പകരം നമ്മൾ എക്സ് കൊടുത്തു, 1 കൊണ്ട് ഗുണിച്ചാൽ അപ്പോൾ എക്സ് ഇൻറ്റു 1 എന്ത് കിട്ടും? ആ സംഖ്യ തന്നെ കിട്ടും, എക്സ് തന്നെ കിട്ടും. അപ്പോൾ എക്സ് ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു എക്സ്. എക്സിന് ഇനി 10 കൊടുത്താലോ? 10 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 10. 5 ആണെങ്കിൽ 5 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതുക എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി വേണം നമുക്ക് ഒരു ഉദാഹരണം ചെയ്ത് നോക്കാം. ഏത് സംഖ്യയെയും 1 കൊണ്ട് ഹരിച്ചാൽ അതേ സംഖ്യ തന്നെ കിട്ടും. എനി നമ്പർ ഡിവൈഡഡ് ബൈ 1 ഗീവ്സ് ദി സെയിം നമ്പർ അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, ഏത് സംഖ്യ 1 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ് കിട്ടുക എന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ചുരുക്കി എഴുതും? ഏത് സംഖ്യയെയും, അപ്പോൾ അവിടെ സംഖ്യ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഏത് സംഖ്യ ആയിരിക്കട്ടെ അത് എക്സ്. അതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹരിക്കണം 1 സീക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? അതേ സംഖ്യ കിട്ടും, എക്സ് തന്നെ കിട്ടും. അപ്പോൾ എക്സ് ബൈ 1 ഈസ് ഈക്വൽ ടു എക്സ്. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഒരു സംഖ്യയാണ് എടുത്തത് അല്ലേ, അതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു അല്ലെങ്കിൽ എൻ എന്ന് കൊടുത്തു. ഇനി ഒരു സംഖ്യക്ക് പകരം പല സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ അത് നമുക്ക് ഒന്ന് നോക്കാം. ഏത് സംഖ്യയോടും ഒരു സംഖ്യ കൂട്ടി ആദ്യത്തെ സംഖ്യ കുറച്ചാൽ കൂട്ടിയ സംഖ്യ തന്നെ കിട്ടും. അതായത്
ഇഫ് വി ആഡ് എ നമ്പർ ടു അനദർ നമ്പർ ആൻഡ് ദെൻ സബ്സ്ട്രാക്ട് ദി ഒറിജിനൽ നമ്പർ വി ഗെറ്റ് ദി ആഡഡ് നമ്പർ. ഇതാണ് പറഞ്ഞത്. കാര്യം മനസ്സിലായോ? അതായത് ഇപ്പോൾ നമ്മൾ ഏത് സംഖ്യ, ഇപ്പോൾ ഒരു സംഖ്യ, ഇപ്പോൾ ഉദാഹരണത്തിനൊക്കെ ഒരു സംഖ്യ 5, ഒരു സംഖ്യയോടുകൂടി വേറൊരു സംഖ്യ, ഒരു സംഖ്യ കൂട്ടി, 5ൻ്റെ കൂടെ ഞാൻ 3 കൂട്ടി വിചാരിക്കുക. ഇപ്പോൾ ഒരു സംഖ്യയോടുകൂടി വേറൊരു സംഖ്യ കൂട്ടി. ഇനി ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ സംഖ്യ കുറച്ചു. അപ്പോൾ ഇതിൽ നിന്ന് 5ൻ്റെ കൂടെ 3 കൂട്ടി, എന്നിട്ട് അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഈ ആദ്യത്തെ സംഖ്യ എത്രയാണ്? 5. 5നെ ഞാൻ ഇതിനെ കുറച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുക? ഈ നാം ആഡ് ചെയ്ത, അതായത് കൂട്ടിയ സംഖ്യ ആയിരിക്കും ഉത്തരം വരെ അല്ലേ? 5ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 8, 8ൽ നിന്ന് 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം 3 അല്ലേ? അപ്പോൾ കൂട്ടിയ സംഖ്യ ഏതാണോ അത് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചുരുക്കി എഴുതും? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല, 2 സംഖ്യകൾ വരുന്നുണ്ട് അല്ലേ? നാം ആദ്യം ഒരു സംഖ്യ പിന്നെ വേറൊരു സംഖ്യ കൂട്ടി. അപ്പോൾ 2 സംഖ്യ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ സംഖ്യ അതായത് ഫസ്റ്റ് നമ്പർ 2 സംഖ്യകൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ സംഖ്യ നമ്മൾ എക്സ് ആണെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ രണ്ടാമതൊരു സംഖ്യ കൂടി കൂട്ടി അല്ലേ? അപ്പോൾ ആഡഡ് നമ്പർ, നമ്മൾ കൂട്ടിയ നമ്പർ എന്താണെന്ന് വിചാരിക്കുക? വൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 സംഖ്യകൾ വന്നു. ഇനി നമുക്ക് ഇതേപോലെ ചെയ്യാലോ, ഏത് സംഖ്യയോടും അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ സംഖ്യ എക്സ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സ് ഏത് സംഖ്യയോടും ഒരു സംഖ്യ കൂടി കൂട്ടി, അതായത് നമ്മൾ രണ്ടാമത്തെ സംഖ്യ ആഡ് ചെയ്ത സംഖ്യ വൈ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇവ തമ്മിൽ കൂടി കൂട്ടി. ഇനി എന്ത് ചെയ്തു? ആദ്യത്തെ സംഖ്യ നമ്മൾ കുറച്ചു. ആദ്യത്തെ സംഖ്യ ഏതാണ്? എക്സ്. എക്സിനെ കുറക്കുന്നു, മൈനസ് എക്സ്. എക്സിനെ കുറച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് തന്നെയാണ് ഉത്തരം കിട്ടുക? കൂട്ടിയ സംഖ്യ തന്നെ കിട്ടും. ആഡഡ് നമ്പർ ഏതാണ്? വൈ ആണ് അല്ലേ? അപ്പോൾ വൈ ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോൾ ഇവിടെ ശരി തന്നെയല്ലേ? ഇവിടെ 5ൻ്റെ കൂടെ 3 കൂട്ടി, അതിൽ നിന്ന് 5 കുറച്ച 3 കിട്ടി. ഇവിടെ എക്സിൻ്റെ കൂടെ വൈ കൂട്ടി, അതിൽ നിന്ന് എക്സ് കുറച്ച ഉത്തരം എന്താണ് കിട്ടുന്നത്? വൈ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ചുരുക്കിയത് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. ഒന്ന് നോക്കിയേ, ട്വൈസ് എ നമ്പർ ആഡഡ് ടു ത്രൈസ് ദി നമ്പർ ഗീവ്സ് 5 ടൈംസ് ദി നമ്പർ. അതായത് ട്വൈസ് എ നമ്പർ, ഒരു സംഖ്യയുടെ 2 മടങ്ങും, ആഡഡ് ടു ത്രൈസ് ദി നമ്പർ. ത്രൈസ് ദി നമ്പർ എന്നാൽ 3 മടങ്ങും അല്ലേ? അപ്പോൾ ഒരു സംഖ്യയുടെ 3 മടങ്ങും 2 മടങ്ങും കൂടി കൂട്ടിയാൽ ഗീവ്സ് 5 ടൈംസ് ദി നമ്പർ. സംഖ്യയുടെ 5 മടങ്ങ് കിട്ടും. അപ്പോൾ ഏത് സംഖ്യയുടെയും 2 മടങ്ങും 3 മടങ്ങും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 മടങ്ങ് കിട്ടും. ഇതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു സംഖ്യ തന്നെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഒരു സംഖ്യയുടെ 2 മടങ്ങും 3 മടങ്ങും അല്ലേ? മടങ്ങ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ സംഖ്യ അത് തന്നെ. അപ്പോൾ നമുക്കിവിടെ സംഖ്യ നമ്പർ നാം എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ട്വൈസ് അല്ലേ? അതിന് ട്വൈസ് നമ്പർ എത്രയായിരിക്കും? 2x, അതായത് അതിൻ്റെ 2 മടങ്ങ്. ഇനി ത്രൈസ് എന്ന് വെച്ചാൽ 3 മടങ്ങ് അല്ലേ? അപ്പോൾ ത്രൈസ് എന്ന് പറഞ്ഞാൽ 3 മടങ്ങ്, അപ്പോൾ 3x. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യം നോക്കാം. ട്വൈസ് എ നമ്പർ ആഡഡ് ടു ത്രൈസ് ദി നമ്പർ അല്ലേ? അതായത് 3 മടങ്ങിനോട് 2 മടങ്ങ് കൂട്ടി. 3 മടങ്ങ് എന്ന് എത്രയാണ്? 3x. അതിൻ്റെ കൂടെ 2 മടങ്ങ് ട്വൈസ് എത്രയാണ്? 2x. അപ്പോൾ എക്സിൻ്റെ 3 മടങ്ങിനോട് കൂടി എക്സിൻ്റെ 2 മടങ്ങ് കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ടൈംസ് ദി നമ്പർ, 5 മടങ്ങ് കിട്ടും. അപ്പോൾ 5x. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 96 96 ഒന്ന് എടുക്കാം. അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതും കൂടി ഒന്ന് ചെയ്യുമ്പോൾ നമുക്കിത് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? 0 ആഡഡ് ടു എനി നമ്പർ ഗീവ്സ് ദി സെയിം നമ്പർ. അതായത് ഏത് സംഖ്യയുടെ കൂടെയും 0 കൂട്ടിയാൽ നമുക്ക് അതേ സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ ഏത് സംഖ്യയുടെ കൂടെയും അല്ലേ? അപ്പോൾ നമുക്ക് ഈ നമ്പർ സംഖ്യ n ആണെന്ന് വിചാരിക്കുക, n. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം നമുക്ക് ഇങ്ങനെ എഴുതാം. ഏത് സംഖ്യയുടെ കൂടെയും 0 കൂട്ടിയാൽ അല്ലേ? അപ്പം n-ന്റെ കൂടെ n ആണ് നമ്മുടെ സംഖ്യ, 0 കൂട്ടിയാൽ അപ്പം n + 0 = എന്ത് കിട്ടും?
ആ സംഖ്യ തന്നെ കിട്ടും, n തന്നെ കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി രണ്ടാമത്തെ എന്താണ്? 0 subtracted from any number gives the same number. ഏത് സംഖ്യയിൽ നിന്ന് 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ അതേ സംഖ്യ തന്നെ കിട്ടും. അല്ലേ? ഇവിടെയും നമുക്ക് എന്ത് വിചാരിക്കാം? നമ്പർ നമുക്ക് n ആണെന്ന് തന്നെ വിചാരിക്കാം. ഇനി ഏത് സംഖ്യയിൽ നിന്നും, അതായത് ഇപ്പൊ n, അപ്പൊ n-ൽ നിന്ന് 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതേ സംഖ്യ തന്നെയായിരിക്കും കിട്ടുക, n തന്നെയായിരിക്കും കിട്ടുക. n മൈനസ് 0 is equal to n. ഇനി മൂന്നാമത്തെ എന്താണ്? എനി നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ദി സെയിം നമ്പർ ഗീവ്സ് 0. എനി നമ്പർ, അതായത് ഏത് സംഖ്യയിൽ നിന്നും അതേ സംഖ്യ തന്നെ കുറച്ചാൽ എന്ത് കിട്ടും? 0 കിട്ടും. അല്ലേ? ഏത് സംഖ്യയിൽ നിന്ന് അതേ സംഖ്യ തന്നെ കുറച്ചാൽ 0 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വിചാരിക്കാം? നമ്പർ നമുക്ക് ഇവിടെയും n ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഏത് സംഖ്യയിൽ നിന്നും, ഇപ്പൊ n-ൽ നിന്ന് അതേ സംഖ്യ തന്നെ കുറച്ചു കഴിഞ്ഞാൽ മൈനസ് അതേ സംഖ്യ തന്നെ മൈനസ് n ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? അപ്പൊ n മൈനസ് n ഈസ് ഈക്വൽ ടു 0. ഇനി നാലാമത്തത്, എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 0 ഗീവ്സ് 0. ഏത് സംഖ്യയെയും 0 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 0 തന്നെ കിട്ടും. നമുക്കറിയാം, അല്ലേ? അപ്പൊ നമുക്ക് നമ്പർ എന്ത് കൊടുക്കാം? n എന്ന് കൊടുക്കാം. അപ്പോൾ ഏത് സംഖ്യയും, അതായത് n-നെ 0 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്ത് കിട്ടും? അതേ സംഖ്യ തന്നെ കിട്ടും, n കിട്ടും. എന്താണ്? എനി നമ്പർ ഡിവൈഡഡ് ബൈ ദി സെയിം നമ്പർ ഗീവ്സ് 1. ഏത് സംഖ്യയും അതേ സംഖ്യ കൊണ്ട് തന്നെ ഹരിച്ചാൽ 1 കിട്ടും. നമുക്കറിയാം, അല്ലേ? 5/5 1. അപ്പൊ ഏത് സംഖ്യയും അതേ സംഖ്യ തന്നെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് നമ്പർ നമുക്ക് എന്ത് വിചാരിക്കാം? n എന്ന് കൊടുക്കാം നമ്പറിന്. n-നെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഹരിച്ചാൽ n/n എന്ത് കിട്ടും? 1 കിട്ടും. ഈക്വൽ ടു 1. മനസ്സിലാവണില്ലേ? ഇനി ആറാമത്തെ എന്താണ്? ട്വൈസ് എ നമ്പർ ആഡഡ് ടു ദി നമ്പർ മേക്സ് 3 ടൈംസ് ദി നമ്പർ. അതായത് ഏത് സംഖ്യയോടുകൂടിയും അതിൻ്റെ ട്വൈസ് 2 മടങ്ങ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 3 മടങ്ങ് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഏത് സംഖ്യ, അല്ല സംഖ്യ നമുക്ക് നമ്പർ n ആണെന്ന് തന്നെ വിചാരിച്ചു. ഇനി എന്താണ് പറയുന്നത്? ഏത് സംഖ്യയോടും അതിൻ്റെ 2 മടങ്ങ്, അല്ലേ? അപ്പൊ നമ്പർ n ആണെങ്കിൽ ട്വൈസ് നമ്പർ, അതായത് നമ്പറിന്റെ 2 ഇരട്ടി എന്തായിരിക്കും? 2n ആണ്, അല്ലേ? 2n. ഇനി നമ്മൾ പറഞ്ഞ കാര്യം നോക്കിയേ, ട്വൈസ് എ നമ്പർ ആഡഡ് ടു ദി നമ്പർ, അല്ലേ? നമ്പറിന്റെ കൂടെ നമ്പറിന്റെ ഇരട്ടി ആഡ് ചെയ്തു. അപ്പൊ നമ്പർ എന്ന് വെച്ചാൽ n, അപ്പൊ n-ന്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? ട്വൈസ് ദി നമ്പർ, നമ്പറിന്റെ 2 മടങ്ങ് ആഡ് ചെയ്തു. അപ്പൊ നമ്പറിന്റെ 2 മടങ്ങ് എത്രയാണ്? 2n. അപ്പൊ n പ്ലസ് 2n ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 3 ടൈംസ് ദി നമ്പർ, നമ്പറിന്റെ 3 ഇരട്ടി 3 മടങ്ങ് കിട്ടും. നമ്പറിന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3n. അപ്പൊ n പ്ലസ് 2n ഈസ് ഈക്വൽ ടു 3n. ഇനി ഏഴാമത്തെ നോക്കിയേ, ട്വൈസ് എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ത്രൈസ് ദി നമ്പർ ഗീവ്സ് ദി നമ്പർ. അതായത് ഏത് സംഖ്യയുടെയും 3 മടങ്ങിൽ നിന്ന് 2 മടങ്ങ് കുറച്ചാൽ, അല്ലെ? 3 മടങ്ങിൽ നിന്ന് 2 മടങ്ങ് കുറച്ച് കഴിഞ്ഞാൽ അതേ സംഖ്യ തന്നെ കിട്ടും. ട്വൈസ് എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ത്രൈസ് ദി നമ്പർ. അപ്പൊ നമുക്ക് ഇവിടെ നമ്പർ n ആണെന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ 3 മടങ്ങിൽ നിന്ന് 2 മടങ്ങ് കുറച്ചാലാണ്, അല്ലെ? അപ്പൊ ഈ സംഖ്യയുടെ 3 മടങ്ങ് 3 ടൈംസ് 3 മടങ്ങ് അല്ലെങ്കിൽ ത്രൈസ് എത്രയാണ്? 3 × n. ഇനി ഇതിന്റെ 2 മടങ്ങ്, അല്ലെ? 2 ടൈംസ് അല്ലെങ്കിൽ ട്വൈസ് എത്രയാണ്? 2n, അല്ലേ? അപ്പൊ നമ്പർ n ആണെങ്കിൽ ത്രൈസ് അത് 3 ഇരട്ടി 3n, 2 ഇരട്ടി 2n. 3 മടങ്ങിൽ നിന്ന് 2 മടങ്ങ് കുറച്ചാൽ, അല്ലേ? 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3n. അപ്പൊ 3n മൈനസ് ട്വൈസ് നമ്പർ, ട്വൈസ് എത്രയാണ്? 2n, 2 ഇരട്ടി കുറച്ചാൽ എന്ത് കിട്ടും?
അതേ നമ്പർ തന്നെ കിട്ടും. നമ്പർ ഏതാണ്? n. അപ്പോൾ 3n നിന്ന് 2n മൈനസ് ചെയ്താൽ n തന്നെ കിട്ടും അല്ലേ? ഇപ്പോൾ എന്നിന് പകരം നമ്മൾ 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കും? ഇപ്പോൾ എന്നിന് 2 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? 3 ഇൻറ്റു ഇപ്പോൾ n ഈക്വൽ ടു 2 ആണെങ്കിൽ 3 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു 2 അല്ലേ? n 2 കൊടുത്തു ഈക്വൽ ടു എന്ത് കിട്ടും? നോക്കിയേ, 3 ഇൻറ്റു 2 6 മൈനസ് 2 ഇൻറ്റു 2 4 ഈക്വൽ ടു എന്ത് വരും? 2. അപ്പോൾ നമുക്ക് ഈ n തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ 3n മൈനസ് 2n ഈസ് ഈക്വൽ ടു n. ഇനി അടുത്തൊന്ന് നോക്കിയേ, എ നമ്പർ ആഡഡ് ടു എ നമ്പർ ആൻഡ് ദെൻ ദി ആഡഡ് നമ്പർ സബ്ട്രാക്റ്റഡ് ഗീവ്സ് ദി ഒറിജിനൽ നമ്പർ. അതായത് ഏത് സംഖ്യയോടുകൂടിയും വേറൊരു സംഖ്യ കൂടി കൂട്ടി എന്നിട്ട് എന്ത് ചെയ്തു? ഈ കൂട്ടിയ സംഖ്യ കുറച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ 2 സംഖ്യകളുണ്ട് അല്ലേ? ഒരു സംഖ്യ അതിൻ്റെ കൂടെ മറ്റൊരു സംഖ്യ ആഡ് ചെയ്തു. അപ്പോൾ 2 സംഖ്യകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 നമ്പറുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്പേഴ്സ് 2 നമ്പറുകൾ ഈ സംഖ്യകളെ ഒരെണ്ണം നമുക്ക് n എന്ന് കൊടുക്കാം, അടുത്തത് m എന്ന് കൊടുക്കാം. ഇനി വേണമെങ്കിൽ എക്സും വൈയും അങ്ങനെ കൊടുക്കാം, ഇഷ്ടമുള്ള നമ്പറുകൾ കൊടുക്കാം. ഇപ്പം ഞാൻ n-ഉം m-ഉം കൊടുത്തു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സംഖ്യയോടുകൂടി മറ്റൊരു സംഖ്യ കൂടി കൂട്ടി അല്ലേ? അപ്പോൾ n-ൻ്റെ കൂടെ m കൂട്ടി മറ്റൊരു സംഖ്യ കൂടി കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ദി ആഡഡ് നമ്പർ സബ്ട്രാക്റ്റഡ്, ഈ കൂട്ടിയ സംഖ്യ കുറച്ചു. അപ്പോൾ ഒരു സംഖ്യ കൂടി വേറൊരു സംഖ്യ കൂടി കൂട്ടി ആ കൂട്ടിയ സംഖ്യ പിന്നെ കുറച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗീവ്സ് ദി ഒറിജിനൽ നമ്പർ. ആദ്യത്തെ നമ്പർ തന്നെ കിട്ടും. ആദ്യത്തെ നമ്പർ ഏതാണ്? n അല്ലേ? അപ്പോൾ നമുക്ക് n തന്നെ കിട്ടും. ഇപ്പോൾ 5ൻ്റെ കൂടെ 2 കൂട്ടി പിന്നെ അതിൽ നിന്ന് 2 കുറച്ചു, നമുക്കത് കിട്ടും. 5ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 7, 7-ന് 2 കുറച്ചാൽ 5 അല്ലേ? ആദ്യത്തെ സംഖ്യ തന്നെ നമുക്ക് കിട്ടി. അതാണ് ഈ പറഞ്ഞത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ